Good morning, students. നമ്മൾ കൊമേഴ്ഷ്യൽ പോളിമേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ഡെൻസിറ്റി പോളിത്തീൻ, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, അതിൻ്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോളിസ്റ്റൈറിൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പം പോളിസ്റ്റൈറിൻ പേരിൽ തന്നെ ഉണ്ട്. എന്താണത്? പോളിമർ ഓഫ് സ്റ്റൈറിൻ. ഇപ്പൊ സ്റ്റൈറിൻ എന്താണ്? ഇറ്റ് ഇസ് വിനൈൽ ബെൻസീൻ. വിനൈൽ എന്ന് പറഞ്ഞാൽ CH ഡബിൾ ബോണ്ട് CH2. അതിന്റെ സ്ട്രക്ചർ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. തൽക്കാലം മനസ്സിലാക്കുക, വിനൈൽ ബെൻസീൻ ആണ്. വിനൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ടഡ് വരികയും ഒരു കാർബൺ ആറ്റത്തിന് വാലൻസി ഫ്രീ ആയിട്ട് നിൽക്കുകയും ചെയ്യണം. അപ്പൊ വിനൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH ഡബിൾ ബോണ്ട് CH2, അതാണ് വിനൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ വിനൈൽ ബെൻസീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഫ്രീ ആയിട്ട് കിടക്കുന്ന വാലൻസിയില് ബെൻസീൻ വരും. അപ്പം ബെൻസീനില് CH ഡബിൾ ബോണ്ട് CH2 വന്നാൽ ഇറ്റ് ഇസ് കോൾഡ് വിനൈൽ ബെൻസീൻ, അതർവൈസ് കോൾഡ് സ്റ്റൈറിൻ. സ്റ്റൈറിനെ പോളിമറൈസ് ചെയ്താൽ യു ഗെറ്റ് പോളിസ്റ്റൈറിൻ. പോളിസ്റ്റൈറിൻ കണ്ടുപിടിച്ചിട്ടുള്ളത് 1839-ലാണ് ബൈ എഡ്വേർഡ് സൈമൺ. ഓക്കെ, അദ്ദേഹം നോയിങ്ലി അല്ല, അൺനോയിങ്ലി നാച്ചുറൽ സബ്സ്റ്റൻസിൽ നിന്നാണ്, സ്റ്റൈറോളിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്തതാണ്. ജസ്റ്റ് ഇതിൽ കൂടെ വായിച്ചു പോവുക. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കെമിസ്ട്രി പാർട്ടിലേക്ക് വരാം. പോളിസ്റ്റൈറിൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു, ആദ്യം അതിന്റെ മോണോമർ വേണം. മോണോമർ ഇസ് സ്റ്റൈറിൻ, അതർവൈസ് കോൾഡ് വിനൈൽ ബെൻസീൻ. ഇതാണ് വിനൈൽ ഗ്രൂപ്പ്. CH ഡബിൾ ബോണ്ട് CH2, രണ്ട് കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട്, അതിലൊരു കാർബൺ ആറ്റത്തിന്റെ വാലൻസി ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പൊ നൈട്രോ ഗ്രൂപ്പാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് വിനൈൽ നൈട്രോ കോമ്പൗണ്ട്. അങ്ങനെ പറയാം. അതായത് ഏത് ഗ്രൂപ്പാണോ അതിന്റെ ടെർമിനലിലേക്ക് വരുന്നത് അത് വെച്ചിട്ടാണ് അതിന്റെ പേര് വരുന്നത്. ഇവിടെ ബെൻസീൻ വരുന്നത് കൊണ്ട് ഇറ്റ് ഇസ് കോൾഡ് വിനൈൽ ബെൻസീൻ. അപ്പൊ ആദ്യം നമ്മൾ വിനൈൽ ബെൻസീൻ ഉണ്ടാക്കി എടുക്കണം, എന്നിട്ടല്ലേ അതിനെ പോളിമറൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനായിട്ട് നമ്മൾ ബെൻസീൻ എടുത്തിട്ട് അതിലേക്ക് എഥിലിൻ, ഹീഥീൻ മോളിക്യൂള് ആഡ് ചെയ്യും. ഇപ്പൊ ഇത് അഡീഷൻ റിയാക്ഷൻ ആണ്. ഈ ബോണ്ട് പൊട്ടി ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. അപ്പൊ യു വിൽ ഗെറ്റ് CH2 CH3, അതായത് ഈഥൈൽ ബെൻസീൻ കിട്ടും. ഇനി ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ, അതിനായിട്ട് നമ്മൾ 630 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുക. ഈഥൈൽ ബെൻസീനെ 630 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാൽ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും എലിമിനേറ്റ് ആയി പോയി അവിടെ പുതുതായിട്ട് ഒരു ഡബിൾ ബോണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആവും. അപ്പൊ ഇതിനെയാണ് വിളിക്കുന്നത് വിനൈൽ ബെൻസീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നാച്ചുറലി പോളിമറൈസേഷൻ ഓഫ് വിനൈൽ ബെൻസീൻ ടു ഫോം പോളിസ്റ്റൈറിൻ. ഇതിനെയാണ് സ്റ്റൈറിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് മോണോമർ സ്റ്റൈറിൻ എന്ന് പറയുന്നത്, അതർവൈസ് കോൾഡ് വിനൈൽ ബെൻസീൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റൈറിനെ പോളിമറൈസ് ചെയ്യുന്നു. അപ്പൊ ഇത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ് പ്രോഗ്രസ് ചെയ്യുക. അത് നിങ്ങൾ വേറൊരു മോഡ്യൂളിൽ പഠിക്കും, ഫ്രീ റാഡിക്കൽ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത്. അതിന്റെ സ്റ്റെപ്പ് ഇനിഷ്യേഷൻ, ടെർമിനേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. ഇതിനെ കുറിച്ച് ഞാൻ ഇന്നലെ LDP പഠിച്ചപ്പോൾ കുറച്ച് പറഞ്ഞതാണ്. നിങ്ങളുടെ വേറൊരു മോഡ്യൂളിനകത്ത് മെക്കാനിസം ഓഫ് പോളിമറൈസേഷൻ റിയാക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഫ്രീ റാഡിക്കല്, കാറ്റയോൺ, ആനയോൺ, കോർഡിനേഷൻ പോളിമറൈസേഷൻ 4 റിയാക്ഷൻസിനെ കുറിച്ചും പഠിക്കും. അപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, ഈ ഡബിൾ ബോണ്ട് ആണ് ഇവിടെ ക്ലീവ് ആവുന്നത്. അത് ഫ്രീ റാഡിക്കൽ ആയതുകൊണ്ട് തന്നെ ഹോമോലിറ്റിക് ആയിട്ടാണ് ഇവിടെ ക്ലീവേജ് നടക്കുക. അപ്പൊ ഈ ഒരു CH-ന് ഒരു റാഡിക്കല് കിട്ടും, ഈ CH2-ന് ഒരു റാഡിക്കല് കിട്ടും. അപ്പൊ അഡ്ജസന്റിൽ ഇരിക്കുന്ന വേറൊരു സ്റ്റൈറിൻ മോളിക്യൂൾ ആണല്ലോ, അതിലും ഇതേപോലെ CH റാഡിക്കലും CH2 റാഡിക്കലും ഉണ്ടാവും. ആ ഒരു CH2, ഇതാണ് ഈ CH2 എന്ന് വിചാരിക്കുക. ഈ CH2 കണക്റ്റഡ് ടു അഡ്ജസന്റ് CH ഗ്രൂപ്പ്. തൊട്ടടുത്തിരിക്കുന്ന കാർബണിൽ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റൈറീനിലെ CH-ഉമായിട്ട് ഇയാള് ബോണ്ട് ഉണ്ടാക്കും. അപ്പം CH2 CH, വീണ്ടും CH2, ആ CH2 അടുത്ത സ്റ്റൈറീനിലെ CH-ഉമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് ഇങ്ങനെ പോളിമർ ചെയിൻസ് ഉണ്ടാവും till all the available styrene molecules have been polymerized. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റൈറീനിൽ നിന്ന് ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴി പോളിസ്റ്റൈറിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്
ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. ഇനി ഇതിൻ്റെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ട്. ലബോറട്ടറി പ്രിപ്പറേഷനും മാനുഫാക്ചർ തമ്മിലുള്ള വ്യത്യാസം, പ്രിപ്പറേഷൻ നമ്മൾ ലാബിൽ സ്മോൾ സ്കെയിൽ ഉണ്ടാക്കാനായിട്ടും, മാനുഫാക്ചർ എന്ന് പറയുമ്പോൾ അത് ലാർജ് സ്കെയിൽ ഫാക്ടറിയിലും ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. ഇത് 3 മെത്തേഡ് വഴിയാണ് പോളിസ്റ്റൈറീൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മാസ് പോളിമറൈസേഷൻ. മാസ് പോളിമറൈസേഷനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പോളിസ്റ്റൈറീന് ഹൈ ക്ലാരിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഇതിൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റൈറീൻ മോണോമറിനെ ഒരു ടവറിൽ കൂടെ പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ ടവർ പ്രോസസ് എന്നാണ് വിളിക്കുക. ഇതാണ് മോണോമർ ഇൻലെറ്റ്. മോണോമർ സ്റ്റൈറീൻ ഇതിലേക്ക് കൂടെ കൊടുക്കുന്നു. ഇതാണ് പ്രീ പോളിമറൈസേഷൻ, അതായത് പോളിമർ ആവുന്നതിന് മുമ്പുള്ള വെസൽസ്. ഇതിൽ മോണോമർ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് ഇതിലേക്ക് കൂടെ വരുന്നു, ഒരു ടവറിൽ കൂടെ പാസ് ചെയ്യുന്നു. ഇത് കോയിൽസ് ആണ്, ഹീറ്റ് ചെയ്യാനും കൂൾ ചെയ്യാനും ഉപയോഗിക്കുന്ന കോയിൽസ്. അപ്പൊ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഉണ്ട്, ഇവിടുത്തെ 110 ആണ്, താഴോട്ട് വരും തോറും കൂടി വരും 150, 180. അപ്പം ആ ടെമ്പറേച്ചറിലേക്ക് സ്റ്റൈറീൻ വീഴുകയാണ്. വീഴുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പോളിമറൈസേഷൻ റിയാക്ഷൻ സംഭവിക്കും. എന്നിട്ട് എക്സ്ട്രൂഡർ വഴി, എക്സ്ട്രൂഡർ എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് അതിനെ എടുക്കും. എക്സ്ട്രൂഡർ വഴി നമ്മൾ പോളിസ്റ്റൈറിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ ദ ഹോൾ മിക്സ്ചർ ഈസ് റൺ ഔട്ട് ഇൻ ടു എ ടവർ അബൌട്ട് 25 feet, 25 അടി പൊക്കമുള്ള ഒരു ടവറാണിത്. നമ്മളെ ബ്ലാസ്റ്റ് ഫർണസ് പോലെയൊക്കെ. അതിൽ ടെമ്പറേച്ചർ ഇൻ ടവർ എന്ന് പറയുന്നത് ടോപ്പിൽ 110, മിഡിൽ 150, ഏറ്റവും താഴെ 180 degree Celsius ആയിരിക്കും. ഇതിലാണ് ഈ ഹയർ ടെമ്പറേച്ചറിൽ വരുമ്പോഴത്തേക്കും സ്റ്റൈറീൻ ഓർഗാനിക് മോളിക്യൂൾ ആണല്ലോ, അത് വേപ്പറൈസ് ചെയ്ത് വീണ്ടും മേലേക്ക് ചെല്ലും. വീണ്ടും അത് താഴേക്ക് വന്ന് പോളിമർ ആകുന്നത് മാത്രമേ താഴെ വീഴുള്ളൂ. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യും? ലാസ്റ്റ് ഇതിനെ കൂൾ ചെയ്യുന്നു, എന്നിട്ട് അതിനെ പാക്ക് ചെയ്യുന്നു. അങ്ങനെ പോളിസ്റ്റൈറീൻ എന്താണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉള്ള പോളിസ്റ്റൈറീൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമത്തെ മാനുഫാക്ചറിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് സൊല്യൂഷൻ പോളിമറൈസേഷൻ ആണ്. അതിൽ സ്റ്റൈറിൻ ആൻഡ് സോൾവെന്റ് ആർ ബ്ലെൻഡഡ് ടുഗെദർ. ഒരു സോൾവെന്റും സ്റ്റൈറിനും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് പംപ്ഡ് ത്രൂ എ നമ്പർ ഓഫ് റിയാക്ടർ. ഇതാണ് റിയാക്ടർ എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റൈറിൻ ബൾക്ക് സ്റ്റോറേജ്, ഇത് സോൾവെന്റ്. ഈ സ്റ്റൈറിൻ നമ്മൾ വലിയൊരു ടാങ്കിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു പാത്തിൽ കൂടെ വരുന്നു, പമ്പ് ചെയ്ത് ഇവിടെ സോൾവെന്റുമായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ഇങ്ങനെ പോയി റിയാക്ടറിൽ എത്തിച്ചേരും. ഓക്കെ, ഈ റിയാക്ടറിൽ എത്തിയതിനു ശേഷം സോൾവെന്റ് ആൻഡ് പോളിമർ ഇസ് ഫെഡ് ഇൻ ടു ദി എക്സ്ട്രൂഡർ. ഇതാണ് എക്സ്ട്രൂഡർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എക്സ്ട്രൂഡേറ്റഡ്, ഗ്രാനുലേറ്റഡ് ആൻഡ് സ്റ്റോർഡ്. അപ്പൊ ഈ റിയാക്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കാറ്റലിസ്റ്റ് ഉണ്ടാകും, നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ റിയാക്ഷൻ കണ്ടീഷൻസ് ഉണ്ടാവും, എല്ലാം ഇതിനകത്ത് പ്രിസർവ്ഡ് ആയിരിക്കും. അപ്പൊ ഇതിന് റിയാക്ടറിന് ശേഷം പാസ് ചെയ്തതിന് ശേഷം ഇയാൾ എന്താവും? പോളിസ്റ്റൈറിൻ ആവും. ആ പോളിസ്റ്റൈറിനെ എക്സ്ട്രൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പംപ്ഡ് ഔട്ട് എന്നാണ് അർത്ഥം. അതായത് അയാൾ ആ പോളിമർ ഫോമിൽ നിന്ന് എക്സ്ട്രൂഡഡ് ആയി മാറും. എന്നിട്ട് എന്ത് ചെയ്യും? അത് വാട്ടർ ബാത്തിലിട്ട് കൂൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, ഇതിലും റെസിഡ്വൽ മോണോമേഴ്സ് ആൻഡ് വെരി ലോ മോളിക്കുലാർ വെയിറ്റ് പോളിമേഴ്സ് ആർ റിമൂവ്ഡ്. അതിന് സെപ്പറേറ്റ് ഒരു അപ്പാരറ്റസ് ഉണ്ട്. നമുക്ക് ഈ ആവശ്യമില്ലാത്ത, അതായത് പോളിമറൈസേഷൻ നടക്കാത്ത മോണോമേഴ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കളയാനുള്ള ടെക്നിക്കുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സ്റ്റൈറീൻ അല്ല ഉപയോഗിക്കുന്നത്, ഒരു സൂട്ടബിൾ സോൾവെന്റിൽ സ്റ്റൈറീനെ ഡിസോൾവ് ചെയ്തിട്ടാണ് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ് കോൾഡ് സസ്പെൻഷൻ പോളിമറൈസേഷൻ. സസ്പെൻഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് അത്ര കോമൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കല്ല. വേർ ദ മോണോമർ ഈസ് സസ്പെൻഡഡ് ഇൻ ഡ്രോപ്ലെറ്റ് ആയിട്ട് നമ്മൾ ഒരു സൊല്യൂഷനകത്ത് മോണോമർ സ്റ്റൈറീനെ ഡ്രോപ്ലെറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡ്രോപ്ലെറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന ബെൻസൈൽ പെറോക്സൈഡ് പോലുള്ള ഇനിഷ്യേറ്റേഴ്സ്, അത് ഈ സോൾവെന്റ്, ഞാൻ പറഞ്ഞല്ലോ ഒരു സോൾവെന്റിനകത്ത് സ്റ്റൈറിനെ ഡ്രോപ്ലെറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളത്തിനകത്ത് എണ്ണ ഇട്ട് എങ്ങനെ ഇരിക്കും? കുറച്ച് കഴിയുമ്പം രണ്ട് ലെയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇടുമ്പം തന്നെ എന്തുണ്ടാവും? ആ ഓയില് ബബിൾ ആയിട്ട് കിടക്കും അല്ലേ? അതേപോലെ
സ്റ്റേബിൾ ആയിട്ടുള്ള ബബിൾസ് ആയിട്ട് ഒരു സോൾവെന്റിനകത്ത് നമ്മൾ സ്റ്റൈറീനെ കീപ്പ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് ബെൻസൈൽ പെറോക്സൈഡ് ആഡ് ചെയ്യും. അപ്പൊ ഈ ബെൻസൈൽ പെറോക്സൈഡ് എവിടെ സോൾവെന്റിൽ റിയാക്ട് ചെയ്യില്ല. അത് ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എവിടെയാണ്? സ്റ്റൈറീനിന് മാത്രം. അപ്പൊ ഈ ബെൻസൈൽ പെറോക്സൈഡ് ഡിഫ്യൂസ് ചെയ്ത് ആ ബബിളിലേക്ക് ചെന്ന് ഇനിഷ്യേഷൻ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്ത് ആ റിയാക്ഷൻ പ്രോഗ്രസ് ചെയ്യും. അപ്പൊ യു വിൽ ഗെറ്റ് സ്മോൾ മോളിക്കുലാർ വെയിറ്റ് പോളിസ്റ്റൈറിൻ. അതാണ് ഈ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് ചെറിയ ബബിൾസ് ആയിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പൊ ആ ബബിളിൽ എത്ര മോളിക്യൂൾ ഉണ്ടോ അത്രയും പോളിമറൈസേഷനെ ആ ബബിളിനകത്ത് നടക്കുകയുള്ളൂ. അപ്പൊ അതിനകത്ത് ഒരു 100 മോളിക്യൂൾ ഉള്ളെങ്കിൽ യു വിൽ ഗെറ്റ് polymer chain having 100 monomer units. മറ്റേതുപോലെ ലാർജ് നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ പോളിമറൈസ് ചെയ്യുന്നതല്ല, സ്മോൾ ആയിട്ട് നമ്മൾ ബബിൾ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യു വിൽ ഗെറ്റ് ലോവർ മോളിക്കുലാർ വെയിറ്റ് പോളിമേഴ്സ് ബൈ യൂസിങ് ദിസ് ടെക്നിക്. ഇതിൽ നമ്മൾ സസ്പെൻഷൻ ഏജൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പോളിവിനൈൽ ആൽക്കഹോൾ, PVA എന്ന് പറയും. ഇറ്റ് ഇസ് എ വെരി ജെല്ലിങ് സബ്സ്റ്റൻസ് ആണ്, ജെല്ലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പം PVA നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നു, അതിനകത്ത് പറഞ്ഞ സ്റ്റൈറീനെ ഡ്രോപ്ലെറ്റ് ആക്കി ഇടുന്നു, ബെൻസൈൽ പെറോക്സൈഡ് ആഡ് ചെയ്യുന്നു, ബെൻസൈൽ പെറോക്സൈഡ് ഡിഫ്യൂസ് ചെയ്ത് PVAയിൽ കൂടെ ഡിഫ്യൂസ് ചെയ്ത് സ്റ്റൈറീനിലേക്ക് എത്തുന്നു, സ്റ്റൈറീനിൽ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്ത് പോളിമർ ഉണ്ടാക്കുന്നു. ഓക്കെ, ആഫ്റ്റർ പോളിമറൈസേഷൻ അൺറിയാക്റ്റഡ് മോണോമേഴ്സ് ആർ റിമൂവ്ഡ്. അത് നിങ്ങൾക്ക് പല മെത്തേഡ് ക്രോമാറ്റോഗ്രഫി ടെക്നിക്സ് ഉപയോഗിച്ച് മോളിക്കുലാർ വെയിറ്റ് കട്ട് ഓഫ് അനുസരിച്ച് നിങ്ങൾക്ക് മോണോമേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡാണ് സസ്പെൻഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മാനുഫാക്ചറിങ് കഴിഞ്ഞു, നമ്മൾ ഏതോ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പോളിമർ കിട്ടിയെന്ന് വിചാരിക്കുക. പോളിസ്റ്റൈറിൻ മാസ് പോളിമറൈസേഷൻ ആകാം, സൊല്യൂഷൻ പോളിമറൈസേഷൻ ആകാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ സസ്പെൻഷൻ പോളിമറൈസേഷൻ ആകാം. ഏതോ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് യു ഗോട്ട് പോളിസ്റ്റൈറിൻ. ഇനി ഈ പോളിസ്റ്റൈറിനെ നമ്മൾ ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിംഗിലേക്ക് മാറ്റും. പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ്ഡ് ഫുഡ് നിങ്ങൾക്കറിയാം, ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ഇറച്ചി കടയിൽ പോയി കോഴീനെ കട്ട് ചെയ്ത് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ പ്രോസസ് ചെയ്ത ചിക്കൻ വാങ്ങിക്കാം. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റേത് ഫ്രഷ് റോ ആണ് അല്ലെ, റോ ചിക്കൻ ആണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് കോഴീനെ കട്ട് ചെയ്ത് തരുന്നതാണ്. പ്രോസസ്ഡ് ചിക്കൻ എന്താണ്? അത് റെഡി ടു കൺസ്യൂം ആണ്, റെഡി ടു യൂസ് ആണ്. അതായത് അതിനകത്ത് എന്തെങ്കിലും മസാലയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കട്ട് ചെയ്തിരിക്കുന്ന അളവിലോ അങ്ങനെ എന്തെങ്കിലും അത് കറക്റ്റ് ആയിട്ട് റെഡി ടു യൂസ് ഫോമിലായിരിക്കും ആ പ്രോസസ്ഡ് ചിക്കൻ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പോളിമറിൽ. പോളിമറിൽ നമുക്ക് റെഡി ടു യൂസ് ആണ്, അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് പ്രോസസ് ചെയ്യുന്നത് പോളിമറിനെ. പ്രോസസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇഞ്ചക്ഷൻ മോൾഡിങ് ഉപയോഗിച്ച് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ പോളിസ്റ്റൈറിന്റെ പ്രോസസ്സിങ് വരുന്നത് ഇഞ്ചക്ഷൻ മോൾഡിങ് ആണ്. ഇഞ്ചക്ഷൻ മോൾഡിങ്ങിൽ നമുക്ക് ഇഞ്ചക്ഷൻ വഴി മോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇവിടെ നോക്കൂ, ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയാണ് സൊല്യൂഷൻ പോകുന്നത്. ഇതാണ് ഹീറ്റിംഗ് മീഡിയം, ഇതാണ് ഹോപ്പർ. ഹോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാന്യൂൾസ് പോളിസ്റ്റൈറിൻ ഫീഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഈ പ്ലഞ്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇയാൾ ഒരു സിലിണ്ടർ പോലൊരു സാധനം ഇങ്ങനെ ഒന്ന് അടിക്കും. അപ്പൊ ഇങ്ങനെ ഒന്ന് അടിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇതിന്ന് വീണോണ്ടിരിക്കും, ഇതൊന്ന് ഇവിടെ ചെന്ന് അടിച്ച് ഇതിലേക്ക് ഈ ഒരു ചേംബറിലേക്ക് നമ്മുടെ പോളിമർ കയറും. ഇതൊരു ഹീറ്റിംഗ് ചേംബറാണ്. ഇതൊക്കെ ഹീറ്റിംഗ് മീഡിയംസ് ആണ്, ഹീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇതെന്ത് ചെയ്യും? മെൽറ്റ് ആവും. ഗ്രാനുവൽ ആണല്ലോ, മെൽറ്റ് ആവും. എന്നിട്ട് ഈ ടോർപെഡോയും സ്പ്രെഡറും ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക്, ഇപ്പൊ ഈ ഒരു ഷേപ്പിലാണെങ്കിൽ ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഈ നോസിൽ വഴി, ഈ അറ്റം വഴി ഈ സാധനം വെളിയിലേക്ക് വന്നിട്ട് ഒരു ഡൈ, നമുക്ക് റെഡ് കളർ വേണമെങ്കിൽ റെഡ് കളർ ഏതാണോ അത്, ഏത് കളറാണോ ആ കളറിലേക്ക് നമുക്ക് ഡൈ ചെയ്ത് മെറ്റീരിയൽ മാറ്റാൻ പറ്റും. അപ്പൊ ഇവിടെ കൂളാവും, ഇവിടെ ഹീറ്റ് ആവുമ്പോൾ ഇത് മെൽറ്റായി ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് മോൾഡഡ് ആവുന്നു. എന്നിട്ട് ഈ നോസിൽ വഴി അയാൾ വെളിയിൽ വരുന്നു, വന്നിട്ട് കളറിലും കൂടെ മുക്കി വരുന്നു. അപ്പൊ റെഡി ടു യൂസ് ആണ്. ഇതിപ്പം സ്വിച്ചിന്റെ ഷേപ്പിലാണെങ്കിൽ സ്വിച്ച് നമുക്ക് അപ്പം തന്നെ കിട്ടും. നമുക്കപ്പം അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിക്കാവും.
ഈ ഗ്രാനുലിനെ നമുക്ക് ഡയറക്റ്റ് ഒരു സ്വിച്ചിലേക്ക് മാറ്റാൻ പറ്റും. ഇല്ലെങ്കിൽ പോളിസ്റ്റൈറിൻ ആയതുകൊണ്ട് കൂടുതലും ഉപയോഗിക്കുന്നത് DVD കേസിലൊക്കെ, നമ്മുടെ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ഇപ്പോഴും ഉണ്ട് CD ഒക്കെ. ആ CD-യുടെ കവറിൽ വരുന്ന പാനൽ നമ്മൾ ആപ്ലിക്കേഷനിൽ പറയും, അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ പോളിസ്റ്റൈറിൻ ഉപയോഗിക്കുക. അപ്പൊ ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിലേക്ക് ഇഞ്ചക്ഷൻ മോൾഡിങ് വഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിന്റെ കണ്ടീഷൻസ് ആണ്. ഇത് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് എന്താണ് ഓർത്തിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇതിന്റെ കണ്ടീഷൻസ് ആണ്, അതായത് മോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടീഷൻസ്. ഓക്കെ, അതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് ആണ്, ജസ്റ്റ് ഫോർ റീഡിങ്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ടെൻസൈൽ സ്ട്രെങ്ത്, അത്യാവശ്യം നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരു പോളിമർ ആണ് പോളിസ്റ്റൈറിൻ. അതുകൊണ്ട് തന്നെ അതിന്റെ ടെൻസൈൽ മോഡുലസ് 31032 to 3200 മെഗാപാസ്കൽസ് ആണ്. അതായത് കുറച്ച് അത്യാവശ്യം വളരെ നല്ല മെറ്റീരിയൽ ആണെന്ന് അർത്ഥം. ഇത് നല്ലൊരു വാല്യൂ ആണ്. അങ്ങനെ ഇലാങ്ങേഷൻ ടു ബ്രേക്ക്, നമുക്ക് എത്ര വലിച്ച ഇത് പൊട്ടും എന്നുള്ളതാണ്. അതായത് അതിന്റെ ഒറിജിനൽ സൈസിൽ നിന്ന് 1.2 മുതൽ 3.6% വരെ അതിനെ നമ്മൾ വലിക്കുമ്പോഴാണ് അത് പൊട്ടുക. അതായത് 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു പോളിസ്റ്റൈറിൻ ഫിലിമിനെ നിങ്ങൾ 4 ഇരട്ടി ലെങ്തിലേക്ക് വലിക്കും, ഏകദേശം 4 ഇരട്ടി ലെങ്തിലേക്ക് വലിക്കുമ്പോഴാണ് അത് പൊട്ടുന്നത്. അതാണ് ഇലോങ്ങേഷൻ ടു ബ്രേക്ക് എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ വാല്യൂ. ഇമ്പാക്ട് എത്രമാത്രം അതിന് സഹിക്കാൻ പറ്റും. ഇത്രയും മിനിമം 25 ജൂൾ പെർ മീറ്റർ അടിച്ചാൽ അത് പൊട്ടിപ്പോകും. അപ്പം മിനിമൽ വാല്യൂ ആണ്, ഇതുവരെ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഹാർഡ്നെസ്, മോ സ്കെയിലുള്ള ഹാർഡ്നെസ്, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. അത് നമ്മൾ വേറെ ചാപ്റ്ററിൽ പഠിക്കും. ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്, അത് ഇൻസുലേറ്റർ ആണ്, അതുകൊണ്ടാണ് അതിന്റെ വാല്യൂ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, സോറി. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. പോളിസ്റ്റൈറിന്റെ ആപ്ലിക്കേഷൻ. As you know, polystyrene is an aromatic hydrocarbon. ഇതൊരു ബെൻസീൻ റിംഗ് ഉള്ള പോളിമർ ആണ്. സോ ഇറ്റ് ഇസ് an aromatic hydrocarbon made from styrene. പോളിസ്റ്റൈറിന്റെ പ്രത്യേകത, അത് വളരെ ക്ലിയർ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, വളരെ ഹാർഡ് ആണ്, പക്ഷെ കുറച്ച് ബ്രിട്ടിലാണ്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പോലെ പൊട്ടിപ്പോകുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ യൂസസ് വരുന്ന മെറ്റീരിയൽസിലാണ് കൂടുതലും പോളിസ്റ്റൈറിൻ ഉപയോഗിക്കുക. അപ്പം അങ്ങനെ യൂസസ് വരുന്ന എവിടെയൊക്കെയാണ്? CD ആൻഡ് DVD കേസസ്. ഇതിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മെയിൻലി പോളിസ്റ്റൈറിൻ. ചിലർ ഇതും ഒരു അഡിറ്റീവ് ഉപയോഗിച്ച് പോളിസ്റ്റൈറിൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം. മെയിൻലി ഈ ഒരു ഭാഗം പോളിസ്റ്റൈറിൻ ആണ്. അത് ക്ലിയർ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, ബ്രിട്ടിൽ ഗ്ലാസ് പോലെ ഒന്ന് ആഞ്ഞടിച്ചാൽ പൊട്ടിപ്പോകുന്ന ഒരു പീസാണ്. അങ്ങനെ പിന്നെ കുറച്ച് അഡിറ്റീവ് ഒക്കെ ഉപയോഗിച്ചാൽ ഇതിന്റെ യൂസസ് വേറെയും വരും. ഓക്കെ, കണ്ടെയ്നേഴ്സ്, നമ്മുടെ ഈ പാത്രങ്ങള്, ഫൈബർ കൊണ്ടുള്ള പാത്രം എന്ന് പറയുന്നതെല്ലാം പോളിസ്റ്റൈറിൻ ആണ്. അതിന്റെ അടപ്പ്, ബോട്ടിൽസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് ബോട്ടിലൊക്കെ PS എന്ന് എഴുതിയിട്ടുണ്ടാവും, എങ്കിൽ അത് പോളിസ്റ്റൈറിൻ ആണ്. സാധാരണ PET, പോളിയെഥിലീൻ ടെറിഫ്താലേറ്റും PS-ഉം ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ബോട്ടിൽ PS ഫുഡ് ഗ്രേഡ് അല്ല, അതുകൊണ്ട് നമ്മൾ ഫുഡിൽ നമ്മൾ അല്ലെങ്കിൽ ഡ്രിങ്കിങ് ബോട്ടിലിൽ PS ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അല്ലാതെ ഈ പെയിന്റ് വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ, സോൾവെന്റ്സ് വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇതെല്ലാം ഈ പറഞ്ഞ പോളിസ്റ്റൈറിൻ, ഇനേർട്ട് ആയിട്ടുള്ള പോളിസ്റ്റൈറിൻസ് ആണ് ഉപയോഗിക്കുക. ട്രേ, ടംബ്ലേഴ്സ്, ഡിസ്പോസബിൾ കട്ട്ലറി, ഇതിലെല്ലാം പോളിസ്റ്റൈറിൻ ആണ് ഉപയോഗിക്കുക. ഈ റേസറിന്റെ ബോഡി, ഇതെല്ലാം പോളിസ്റ്റൈറിൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോളിസ്റ്റൈറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മള് പോളിസ്റ്റൈറിൻ എന്തൊക്കെ നോക്കി, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. പോളിസ്റ്റൈറിനില് അതിന്റെ സ്ട്രക്ചർ, ആദ്യം അതിന്റെ മോണോമർ ഉണ്ടാക്കുന്നു, പിന്നെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴി പോളിസ്റ്റൈറിൻ ഉണ്ടാക്കുന്നു. മാനുഫാക്ചറിങ് പ്രോസസ് 3 മെത്തേഡ്സ് ആണ്. ഒന്ന് മാസ് പോളിമറൈസേഷൻ യൂസിങ് ടവർ പ്രോസസ്, രണ്ടെന്ന് പറയുന്ന സൊല്യൂഷൻ പോളിമറൈസേഷൻ. ഇതാണ് സാധാരണ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് പോളിസ്റ്റൈറിന് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത് അത്ര കോമൺ അല്ലാത്ത സസ്പെൻഷൻ പോളിമറൈസേഷൻ. പിന്നെ അതിനെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്? യൂസിങ് ഇഞ്ചക്ഷൻ മോൾഡിങ്. ഇഞ്ചക്ഷൻ മോൾഡിങ് ഉപയോഗിച്ച് നമുക്ക് അറ്റ് എ ടൈം ഒരു ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും, ഒരു കളറും ഡൈയും ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ ജനറൽ പ്രോപ്പർട്ടി, ആപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങൾ പോളിസ്റ്റൈറിനെ കുറിച്ച് വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കുക. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് അടുത്ത പോളിമർ പോളിപ്രൊപ്പൈലിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് ടെക്സ്റ്റ് നോക്കി പഠിക്കുക.
ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ശരി, അപ്പോൾ താങ്ക് യു.